നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 31-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ വരുത്തിയ പുതിയ ഭേദഗതി പ്രകാരം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി തീർന്നാലും 30 ദിവസം വരെ അത് ഉപയോഗിക്കാനായിട്ട് അനുമതിയുണ്ട്. ഈ ഗ്രേസ് പീരീഡിൽ ലൈസൻസ് പുതുക്കുന്നതിന് പ്രത്യേക അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. കാലാവധി തീരുന്നതിന് 1 വർഷം മുൻപേ ലൈസൻസ് പുതുക്കുകയാണെങ്കിൽ കാലാവധി അവസാനിക്കുന്ന തീയതി മുതൽ പുതിയ ലൈസൻസിന് പ്രാബല്യമുണ്ടാകും. എന്നാൽ കാലാവധി കഴിഞ്ഞ ശേഷമാണ് പുതുക്കുന്നതെങ്കിൽ അപേക്ഷിക്കുന്ന തീയതി മുതലായിരിക്കും പുതുക്കിയ ലൈസൻസിൻ്റെ കാലാവധി ആരംഭിക്കുക. കേന്ദ്ര വാണിജ്യ സഹമന്ത്രി ജിതിൻ പ്രസാദ് ലോക്സഭയിൽ അവതരിപ്പിച്ച ജൻവിശ്വാസ് ഭേദഗതി ബില്ലിലാണ് മോട്ടോർ വാഹന നിയമവുമായി ബന്ധപ്പെട്ട 20 ഭേദഗതികളുള്ളത്. 23 മന്ത്രാലയങ്ങൾക്ക് കീഴിലെ 79 കേന്ദ്ര നിയമങ്ങളിലായി ആകെ 784 ഭേദഗതികളാണ് ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിസ്സാര നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കാനും ശിക്ഷകളൊക്കെ തന്നെ ലഘൂകരിക്കാനുമാണ് ഇതിലൂടെ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷം സെലക്ട് കമ്മിറ്റിക്ക് വിട്ട ബില്ല് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പരിഷ്കരിച്ച് അവതരിപ്പിച്ചത്. ഇതിലെ 717 വ്യവസ്ഥകൾ വ്യാപാര സൗകര്യം വർദ്ധിപ്പിക്കാനും 67 എണ്ണം ജനജീവിതം മെച്ചപ്പെടുത്താനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കുറ്റകൃത്യത്തിൻ്റെ ഗൗരവമനുസരിച്ച് പിഴകൾ പരിഷ്കരിക്കുമെന്നും പരാതികൾക്കായിട്ട് അപ്പീൽ അതോറിറ്റികൾ സ്ഥാപിക്കുമെന്നും മന്ത്രി ജിതിൻ പ്രസാദ അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. 2026-25 സാമ്പത്തിക വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നികുതി സംബന്ധമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ്. നിങ്ങളുടെ മുൻകൂർ നികുതി അഡ്വാൻസ് ടാക്സ് 100% അടച്ചിട്ടുണ്ടെന്നും ബാങ്ക് രേഖകൾ AS അല്ലെങ്കിൽ ഫോം 26AS എന്നിവയുമായി ഒത്തുപോകുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. പഴയ ടാക്സ് സ്കീം തുടരുന്നവർക്ക് തന്നെ ATC, ATD പ്രകാരമുള്ള നിക്ഷേപങ്ങൾ ഈ മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി തൊഴിലുടമയ്ക്ക് രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഉയർന്ന TDS ഈടാക്കാനുള്ള സാധ്യതയുണ്ട്. ഏപ്രിൽ 1 മുതൽ പാൻ കാർഡ് അപേക്ഷകൾക്ക് ജനനത്തീയതി തെളിയിക്കുന്ന അധിക രേഖകൾ നിർബന്ധമാക്കുന്നതിനാൽ തന്നെ ലളിതമായിട്ടുള്ള നിലവിലത്തെ രീതിയിൽ അപേക്ഷിക്കാൻ മാർച്ച് 31 വരെയാണ് സമയം. കൂടാതെ ബാങ്കുകളിൽ 5 ലക്ഷത്തിന് മുകളിൽ നിക്ഷേപിക്കുന്നവർക്ക് പാൻ കാർഡ് നിർബന്ധമാണ്. അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളിലേക്ക് തന്നെ കുടിശ്ശിക തീർപ്പാക്കാനുള്ള ഒറ്റത്തവണ പദ്ധതികളും ഒക്കെ തന്നെ, അതോടൊപ്പം തന്നെ KYC അപ്ഡേഷനും ഈ മാസത്തിനകം തന്നെ പൂർത്തിയാക്കി അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ള ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ തന്നെ പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ലളിതമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വോട്ടർ ഹെൽപ്പ് ലൈൻ നമ്പറായിട്ടുള്ള 1950 നിങ്ങളുടെ STD കോഡ് ചേർത്തുകൊണ്ട് വിളിച്ചാൽ വോട്ടർ ID കാർഡ് നമ്പർ നൽകി വിവരങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിക്കും. കൂടാതെ വോട്ടർ ID കാർഡ് നമ്പർ ഉപയോഗിച്ച് SMS വഴിയുമൊക്കെ തന്നെ വിവരങ്ങൾ ലഭ്യമാണ്. ഇതിനായിട്ട് ECI എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട ശേഷം വോട്ടർ ID കാർഡിലെ അക്കങ്ങൾ ചേർത്ത് 1950 എന്ന നമ്പറിലേക്ക് സന്ദേശം അയച്ചാൽ മതിയാകും. ഇതിന് പുറമെയായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള voters.eci.gov.in സന്ദർശിച്ച് ഇലക്ട്രൽ സെർച്ച് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വോട്ടർ ID നമ്പറും സംസ്ഥാനവും നൽകിയാൽ പട്ടികയിലെ മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ദേശീയപാതകളിലെ ടോൾ പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വെട്ടിപ്പുകൾ തടയുന്നതിനുമായിട്ട് കർശനമായിട്ടുള്ള ഡിജിറ്റൽ റിക്കവറി നിയമങ്ങളുമായിട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. പുതിയ നിയമപ്രകാരം ടോൾ നൽകാതെ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് നിശ്ചിത ടോൾ തുകയുടെയൊക്കെ തന്നെ ഇരട്ടി പിഴയായിട്ട് ഈടാക്കും. പണമടയ്ക്കാത്തവർക്കൊക്കെ തന്നെ നോട്ടീസ് അയക്കാനും അതോടൊപ്പം തന്നെ കുടിശ്ശിക വരുത്തുന്നവരുടെയൊക്കെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള സേവനങ്ങളൊക്കെ തന്നെ തടയാനും അധികൃതർക്ക് അധികാരം നൽകുന്ന വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സംവിധാനം വഴി കൃത്യമായിട്ട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുകയും എന്നാൽ പണം ഈടാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ വാഹന ഉടമയ്ക്ക് അൺപെയ്ഡ് യൂസർ ഫീ എന്ന പേരിൽ നോട്ടീസ് ലഭിക്കുക. പുതിയ പരിഷ്കാരം അനുസരിച്ച് ടോൾ നൽകാത്ത വാഹന ഉടമകൾക്ക് അവരുടെ ഫോണുകളിലേക്ക് SMS അല്ലെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയൊക്കെ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ നോട്ടീസ് ലഭിക്കുന്നതാണ്. വാഹനം കടന്നുപോയ സ്ഥലം, തീയതി, സമയം, അടയ്ക്കേണ്ട തുക എന്നിവ നോട്ടീസിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. നോട്ടീസ് ലഭിച്ച് 72 മണിക്കൂറിനുള്ളിൽ പണം അടയ്ക്കുന്നവർക്ക് വലിയ ആശ്വാസമുണ്ട്.
ഇവർക്ക് പിഴത്തുകയില്ലാതെ യഥാർത്ഥ ടോൾ തുക മാത്രം അടച്ചുകൊണ്ട് നടപടികളിൽ നിന്നൊക്കെ തന്നെ ഒഴിവാകാൻ സാധിക്കും. എന്നാൽ ഈ കാലാവധി കഴിഞ്ഞാൽ ടോളിൻ്റെ ഇരട്ടി തുക പിഴയായിട്ട് നൽകേണ്ടി വരും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് 2 മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണം സർക്കാർ അതിനുള്ള തുടക്കം ഇപ്പോൾ കുറിച്ചിരിക്കുകയാണ്. ഇന്നലെ മാർച്ച് 30 തിങ്കളാഴ്ച രാവിലെ 10:15 വിതരണ നടപടികൾക്ക് ആരംഭം കുറിച്ചത്. ആദ്യ ഗഡുവായിട്ടുള്ള 2000 രൂപയ്ക്ക് പിന്നാലെ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് തുക കൂടി ചേർത്ത് ആകെ 2 ഗഡുക്കളാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ഇന്നലെ രാവിലെ മുതൽ തന്നെ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെ ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഓരോ ബാങ്കുകളുടെയും വ്യത്യാസമനുസരിച്ച് വരും മണിക്കൂറുകളിൽ തന്നെ എല്ലാവർക്കും തുക ലഭ്യമാകുന്നതാണ്. ഇതിനോടകം തുക ലഭിച്ചവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് മാർച്ച് 31 ഇന്ന് ഏപ്രിൽ 1 തീയതികളിൽ വിതരണം തുടരുന്നതാണ്. ഇതിനിടയിൽ ബാങ്ക് അവധി ദിവസങ്ങളൊക്കെ തന്നെ വരുന്നുണ്ടെങ്കിലും അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. എന്നാൽ ബാങ്കിൽ നേരിട്ടെത്തി തുക പിൻവലിക്കുന്നവർ പ്രവൃത്തി ദിവസങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് മാത്രം ബാങ്കിലേക്ക് പോവുക. ATM കാർഡ് ഉള്ളവർക്ക് അതുവഴിയും തുക പിൻവലിക്കുന്നതിന് കൂടുതൽ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ പെൻഷൻ നേരിട്ട കൈകളിലൊക്കെ തന്നെ സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കുള്ള വിതരണവും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 4000 രൂപ വീതം 2 ഗഡുക്കളും ഒരുമിച്ച് ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ കേന്ദ്ര വിഹിതം ലഭിക്കുന്നവർക്ക്, അതായത് 200 രൂപ മുതൽ 500 രൂപ വരെ, അവർക്ക് 2 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ യഥാക്രമം 400 രൂപയോ 1000 രൂപയോ ഒക്കെ തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചാൽ ഉടൻ തന്നെ കേന്ദ്രമാണ് ഇത് വിതരണം ചെയ്യുന്നത്. പിന്നീട് ഈ കണക്കുകളൊക്കെ തന്നെ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്നും തുക തിരികെ വാങ്ങുന്ന രീതിയാണ് പതിവ്. ഈസ്റ്റർ, വിഷു ഒക്കെ ആഘോഷങ്ങൾ ഇപ്പോൾ വരുന്നത് കൊണ്ട് തന്നെ അത് പ്രമാണിച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ കൂടി മുൻകൂറായിട്ടാണ് ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഏപ്രിൽ മാസം അവസാന വാരം പ്രത്യേകമായിട്ട് പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം കൂടി ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനുള്ളവർ അത് എത്രയും വേഗം തന്നെ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഈ മാസം 31 തീയതി ഇന്നോടുകൂടി അവസാനിക്കുകയാണ്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾക്ക് അരി, ഗോതമ്പ് തുടങ്ങിയവയൊക്കെ തന്നെ സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. ഇതിന് പുറമെയായിട്ട് മുൻഗണനാ കാർഡുകൾക്ക് 9 രൂപ നിരക്കിൽ ഒരു പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നതാണ്. എന്നാൽ APL കാർഡ് ഉടമകൾക്കും ഈ ആട്ടയും അരിയും ഒക്കെ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തുടർച്ചയായിട്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാതിരിക്കുന്നത് നിങ്ങളുടെ കാർഡിൻ്റെ മുൻഗണനാ പദവി, അതായത് പ്രയോറിറ്റി സ്റ്റാറ്റസ് നഷ്ടമാകാനായിട്ടുള്ള ഒരു സാധ്യതയ്ക്ക് കാരണമാകും. മാത്രമല്ല, വിഷു, ഈസ്റ്റർ ഒക്കെ ആഘോഷങ്ങളനുബന്ധിച്ചുകൊണ്ട് സപ്ലൈകോ വഴി ആകർഷകമായിട്ടുള്ള ആനുകൂല്യങ്ങളും ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സപ്ലൈകോ വഴി ലഭിക്കുന്ന വിഷു കിറ്റിനെ സംബന്ധിച്ചുള്ളതാണ്. അത് ഏപ്രിൽ മാസം 1 തീയതി മുതൽ ആരംഭിക്കുന്നതാണ്. 1 കിലോ പഞ്ചസാര, 1/2 കിലോ വീതം ചെറുപയർ, വൻപയർ, കടല, ശർക്കരപ്പൊടി എന്നിവയും ശബരിയുടെ പായസ മിക്സ്, പായസക്കൂട്ട്, നെയ്യ്, ജീരകം, കടുക്, പുട്ടുപൊടി, ഉപ്പുപൊടി, ചിക്കൻ മസാല, ഗരം മസാല, 1 ലിറ്റർ വെളിച്ചെണ്ണ, 250 ഗ്രാം ചായപ്പൊടി എന്നിങ്ങനെ 16 ഇനങ്ങൾ അടങ്ങിയതാണ് ഈ കിറ്റ്. ഏകദേശം 1250 രൂപ വില വരുന്ന ഈ ഒരു കിറ്റ് എല്ലാ കാർഡ് ഉടമകൾക്കും 1001 രൂപയ്ക്ക് ഏപ്രിൽ 1 തീയതി മുതൽ സപ്ലൈകോ വഴി ലഭ്യമാകുന്നതാണ്. കൂടാതെ സപ്ലൈകോയിൽ നിന്നും 1000 രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്കായിട്ട് വിഷു കൈനീട്ടം എന്ന പേരിൽ സവിശേഷമായിട്ടുള്ള ഒരു കൂപ്പൺ പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന 101 രൂപയുടെ ഇളവ് ഏപ്രിൽ 16 മുതൽ മെയ് 31 വരെയുള്ള കാലയളവിൽ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ, അതായത് മെഡിക്കൽ സ്റ്റോറുകളും പെട്രോൾ പമ്പുകളും ഒക്കെ തന്നെ ഒഴികെ ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. തിങ്കളാഴ്ച മാർച്ച് 30 തീയതി രാവിലെ ഇടിവുമായി എത്തി ആശ്വാസമായ സ്വർണ്ണവിലയിൽ ഉച്ചയ്ക്ക് കുതിപ്പ് രേഖപ്പെടുത്തി. രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 13,500 രൂപയിലും പവന് 600 രൂപ കുറഞ്ഞ് 1,80,000 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിലും നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.